ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു ഇന്നിങ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർ പറയും ബോൾ ഈസ് കമ്മിങ് ടു ദ ബാറ്റ് ഈസിലി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ബാറ്റ്സ്മാൻമാർ നന്നായി സ്കോർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പോയിന്റാണ് ബോൾ ഈസ് കമ്മിങ് ടു ദ ബാറ്റ് ഈസിലി എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ബെറ്റർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്ത് ഇവിടെ ബോളർ, ഇവിടെ ബാറ്റ്സ്മാൻ. ഓക്കെ, ഇവർ തമ്മിൽ ഒരു 22 yardsന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു ബോൾ ഇവിടേക്ക് റീച്ച് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ പർട്ടിക്കുലർ ടൈമിലാണ് ഇവിടെ നിന്ന് ഒരാൾ ബോൾ റിലീസ് ചെയ്യുന്നത്, ഇവിടെ ബാറ്റ്സ്മാൻ. ഓക്കെ, ഈ ബാറ്റ്സ്മാനെ ഏത് ഷോട്ട് കളിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബോൾ റിലീസ് ചെയ്ത് ഇവിടേക്ക് എത്തുന്ന അനുസരിച്ചായിരിക്കും. അത് ഓരോ ബോളറിനനുസരിച്ച് സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ ബോൾ കമ്മിങ് ടു ദ ബാറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. ഫോർ ഒരു എക്സാമ്പിൾ, ഒരു ബോൾ ഇവിടുന്ന് റിലീസ് ചെയ്യണം. അത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നു. ഇപ്പോൾ 130 km/h ആണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ വന്നു, അതൊരു പർട്ടിക്കുലർ സ്പീഡിലേക്ക് ഇങ്ങനെ റീച്ച് ചെയ്യും. അതൊരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ബൗൺസിലാണ് ബാറ്റ്സ്മാനിലേക്ക് റീച്ച് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം, ഈ ടൈമിനുള്ളിലാണ് ഒരു ബാറ്റ്സ്മാൻ ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഈ ബോളിന് ഏത് ഷോട്ട് കളിക്കണം എന്ന്. ഈ ഓട്ടോമാറ്റിക്കലി ബോൾ ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ബാറ്റ്സ്മാന് ഇൻഫർമേഷൻ, ഓൾമോസ്റ്റ് ഇൻഫർമേഷൻ കിട്ടി. കാരണം ഈ ബോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് ബോൾ എങ്ങനെയാണ് അത് ഇവിടേക്ക് എത്താൻ പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇതിന്റെ ബേസിലാണ് ഇവര് ഏത് ഷോട്ട് കളിക്കണം എന്നൊരു ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് അത് മൈന്യൂട്ട് സെക്കൻഡിലാണ് ആ കാര്യം നടക്കുന്നത്. ആ പർട്ടിക്കുലർ സെക്കൻഡിലാണ് അവർ ആ ഡിസിഷനെ എടുക്കുന്നത്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള നോർമൽ സിറ്റുവേഷൻ. അതായത് ഒരു ബോൾ ഇത്ര സ്പീഡിൽ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ആ ബോൾ ഇവിടെ നിന്ന് പിച്ച് ചെയ്തതിനു ശേഷം പർട്ടിക്കുലർ ബൗൺസിൽ ബാറ്റ്സ്മാനിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ബാറ്റ്സ്മാൻ ഇതിനെ കുറിച്ച് ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ ആ ബാറ്റ്സ്മാൻ അതിനനുസരിച്ചുള്ള ഷോട്ട് കളിക്കും. ഓക്കെ, ഇതാണ് നോർമൽ സിറ്റുവേഷൻ. അതായത് ബോൾ കമ്മിങ് ടു ദ ബാറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇതാണ് സംഭവിക്കുക. അതായത് ഒരു എസ്റ്റിമേഷൻ ആണ്. ബോൾ പർട്ടിക്കുലർ സ്പീഡിൽ ഇത്രയ്ക്ക് വരുന്ന സമയത്ത് അത് ഇത്ര ബൗൺസിൽ വരും, അത് ഇത്ര സ്പീഡിൽ ബാറ്റ്സ്മാനിലേക്ക് റീച്ച് ചെയ്യും. അതിനനുസരിച്ച് ബാറ്റ്സ്മാന് ഡിസിഷൻ എടുക്കുക. അതായത് ബാറ്റ്സ്മാന് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ, ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ബോൾ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ ബാറ്റ്സ്മാന് ഡിസിഷൻ എടുക്കാം ഏത് ഷോട്ട് കളിക്കണമെന്ന്. ഇനി ഇതല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് പിച്ച് റോങ് ആയിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ബോളർ ഇവിടെ നിന്ന് ബോൾ റിലീസ് ചെയ്യണം, പിച്ച് ചെയ്യണം. അതിനുശേഷം നോർമലി പോകേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഈ ഡയറക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അതിൽ പേസിൽ വേരിയേഷൻ വരും. ഓക്കെ, പേസിൽ വേരിയേഷൻ വരുന്നു, അതായത് സ്പീഡിൽ വേരിയേഷൻ സംഭവിക്കും. അതേപോലെ അതിന്റെ ബൗൺസിന് വേരിയേഷൻ സംഭവിക്കും. ഈ സിറ്റുവേഷനിലാണ് ബോൾ നോട്ട് കമ്മിങ് ടു ദ ബാറ്റ് എന്ന് പറയുക. അതായത് ഇവിടെ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ എത്തേണ്ടത്, ആ എക്സ്പെക്റ്റഡ് അല്ലാത്ത രീതിയിൽ ബോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അത് ബേസിക്കലി രണ്ട് സിറ്റുവേഷൻ വരിക. മെയിൻ ആയിട്ടുള്ളത് ഒന്ന് പിച്ചിന്റെ ബിഹേവിയർ കൊണ്ടും ആവാം, ബോളിന്റെ പ്രശ്നം കൊണ്ടും ആവാം. ഓക്കെ, മെയിൻ ആയിട്ട് പിച്ചിലേക്ക് വരിക. അപ്പോൾ ബോൾ നോർമലി ഈ പർട്ടിക്കുലർ സ്പീഡിൽ വരുന്ന ബോള് ഈ പർട്ടിക്കുലർ സ്പീഡിൽ ഇത്ര ബൗൺസിൽ അത് പോകേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബാറ്റ്സ്മാനെ നോർമൽ സിറ്റുവേഷൻ സമയത്ത് ഇവിടെ നിന്ന് എന്താണ് ബോൾ റിലീസ് ചെയ്യുന്നത്, ഏത് ബോളറാണ് റിലീസ് ചെയ്യുന്നത്, എന്നിട്ട് അയാൾക്ക് ഷോട്ട് മുൻകൂട്ടി ഡിസൈഡർ ആയിരിക്കും. ഓക്കെ, അതായത് അയാൾക്ക് ഇവിടെ നിന്ന് ഇതുവരെയുള്ള സമയമുണ്ട്. ഈ ബോൾ റിലീസ് ചെയ്ത് ഇവിടെ എത്തുന്ന വരെ എന്നുള്ളത് തന്നെ ആ വ്യക്തി ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ എന്താ പറഞ്ഞാൽ ബോൾ ഇവിടെ എത്തിയതിനു ശേഷം മാത്രം സംഭവിക്കുന്ന, അതായത് ഇവിടെ നിന്ന് ഈ സ്പേസിൽ മാത്രമേ ആ ബാറ്റ്സ്മാനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിന്ന് വരുന്ന അതിനനുസരിച്ചായിരിക്കില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, അതായത് ബോൾ ഇവിടെ നിന്ന് എന്തോ വേരിയേഷൻ സംഭവിക്കും. അപ്പൊ ഈ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ബാറ്റ്സ്മാൻ പിന്നീട് ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇതുവരെ എത്താൻ ഇപ്പോൾ ഒരു 5 സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് 2 സെക്കൻഡിലാണ് ഡിസിഷൻ. ഓക്കെ, 2 സെക്കൻഡിൽ ഡിസിഷൻ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള കാര്യം ഓക്കെ ആണെങ്കിൽ അവർക്ക് 5 സെക്കൻഡ് ഡിസിഷൻ കിട്ടും. ഇവിടെ നമ്മൾ 2 സെക്കൻഡ്. അപ്പോൾ നോർമലി ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറയും ആദ്യത്തെ 6 ഓവറിൽ 80 റൺ അടിച്ചു. ഓക്കെ, അടുത്ത 5 ഓവർ എടുക്കുമ്പോഴേക്കും ഇവർ 30 റൺ എടുത്തുള്ളൂ. എന്ത് കളിയാണ് അവർ കളിക്കുന്നത് പറയും. ഓക്കെ, ആക്ച്വലി ആദ്യത്തെ 6 ഓവറിൽ പിച്ചും ബോൾ ബിഹേവ് ചെയ്തിട്ടുള്ളത് നോർമൽ സിറ്റുവേഷനിലായിരിക്കും. ആ സമയത്ത് ബാറ്റ്സ്മാൻ ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഷോട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും. വൺസ് പിച്ചിലോ ബോളിലോ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോളിന്റെ ആ ഒരു പാത അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈമിംഗ് ഒക്കെ വേരിയേഷൻ വരും. അതായത് സ്പീഡിൽ വേരിയേഷൻ വരും, ബൗൺസിൽ വേരിയേഷൻ വരും. ആ സിറ്റുവേഷനിൽ ബാറ്റ്സ്മാന് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും. അതായത് ഇവിടെ നിന്ന് എല്ലാം ഓക്കെ ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ മുൻകൂട്ടി പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും അടുത്ത ഷോട്ട് ഏതായിരിക്കും, അല്ലെങ്കിൽ ഏത് ബോളറിന് ഏത് ബോൾ, ഈ ബോളർ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഈ ബോളർ ഇന്നത് പോലെ പിച്ച് ചെയ്യും, അപ്പൊ ഈ ഷോട്ട് കളിച്ചാൽ മതി ഇതായിരിക്കും. പക്ഷെ
അടുത്ത സിറ്റുവേഷൻ വന്നതിന് ബാറ്റ്സ്മാനെ മുൻധാരണയോടെ കളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് എങ്ങനെ ബോൾ റിയാക്ട് ചെയ്യണോ അതിനനുസരിച്ച് വേണം കളിക്കാൻ. അതായത് ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ അവർ 6-4 ആണ് ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിറ്റുവേഷൻ വരുമ്പോൾ അവർ 6-4 ചിന്തിക്കില്ല, എങ്ങനെങ്കിലും സിംഗിൾ അടിച്ച് കയറുക എന്നുള്ളത് മാത്രമേ. അതായത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് സിംഗിൾ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ബോളറായിട്ട് എന്തെങ്കിലും ലൂസ് ബോൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ആ സിറ്റുവേഷനിൽ സെക്കൻഡ് സിറ്റുവേഷനിൽ ബാറ്റ്സ്മാൻ സ്കോർ ചെയ്യാൻ അല്ല ബൗണ്ടറിക്ക് വേണ്ടി ശ്രമിക്കുള്ളൂ, മുൻകൂട്ടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നോർമലി ഇപ്പോൾ ബേസിക്കലി ഈ ടോസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്ന അങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ SRH ഒക്കെ വരുന്ന മാച്ച് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യണ ആൾക്കാരാണ്. ഓക്കെ, ബോൾ കമ്മിങ് ടു ദ ബാറ്റ് ഈസിലി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് അവർ 240 അടിച്ചു വെക്കും. ഓക്കെ, ഷുവർ ആയിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കറക്റ്റാണ്. ഇത് ബോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവർ കഴിഞ്ഞ കളി നന്നായി കളിച്ചു, ഈ കളി നന്നായി കളിക്കലാണ്. ആക്ച്വലി അതല്ല, പിച്ചിന്റെ സ്വഭാവം, പിച്ചിന്റെ ബോളിന് വരുന്ന വേരിയേഷൻ വരെ ബാറ്റിങ്ങിന് ഭയങ്കരമായിട്ട്. അതായത് ബോൾ കമ്മിങ് ടു ഈസിലി ആണെന്നുണ്ടെങ്കിൽ SRH ബാറ്റ്സ്മാൻമാർ എന്ന് പറഞ്ഞാൽ അപകടകാരികളാണ്, അവരടിച്ചു അപ്പുറത്തെടുത്തിടും. ഓക്കെ, അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയി മാറും. അതിനും അവിടെ പറഞ്ഞ ഒരാൾ ഒരു നല്ല ബാറ്റ്സ്മാൻ ആണ് പ്രൂവ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷൻ അറിയാം, ഈ സെക്കൻഡ് സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്, എല്ലാവർക്കും എബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരാൾ എത്ര മികച്ച ബാറ്റ്സ്മാൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ അതായത് ഈ സെക്കൻഡ് സിറ്റുവേഷൻ, അതായത് ബോൾ നോട്ട് കമ്മിങ് ടു ദ ബാറ്റ് ഈസിലി. അവിടെയാണ് നമ്മൾ വലിയ ബിഗ് ഹിറ്റേഴ്സ് ആയിട്ടുള്ള പീപ്പിൾസ് എല്ലാം ഫെയിലിയർ ആകുക. ഓക്കെ, അവർക്ക് തന്നെ എന്താ ബോൾ ബാറ്റിലേക്ക് ഈസി ആയിട്ട് വരുന്നില്ല. അങ്ങനെ വരുന്ന അവിടെ പ്രൂവ് ചെയ്ത ജയിക്കുന്നവരാണ് ഏറ്റവും നല്ല മികച്ച ബാറ്റ്സ്മാൻമാരായിട്ടൊക്കെ പിന്നീട് അറിയപ്പെടുന്നവ. വിരാട് കോഹ്ലിയൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. വിരാട് കോഹ്ലിക്ക് 2 സിറ്റുവേഷനിലും കളിക്കാൻ അറിയാം. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മാച്ച് കാണുന്ന സമയത്ത് ഫസ്റ്റ് ഇന്നിംഗ്സിൽ അവർ 240 ഒക്കെ അടിച്ചു വെച്ചു. ഓക്കെ, സെക്കൻഡ് ഇന്നിംഗ്സ് വരുന്ന സമയം അവൻ 150 അടിക്കുന്നത്. നമ്മൾ ഒരു ഓഡിയൻസ് ആയിട്ട് കാണുന്ന സമയത്ത് സിറ്റുവേഷൻ അവരെന്താ സൂപ്പറായി ബാറ്റ് ചെയ്ത് ഇവരെന്താ ചെയ്യണമെന്നല്ല തോന്നുക. അങ്ങനെ ആയിരിക്കില്ല. ഫസ്റ്റ് സിറ്റുവേഷനിൽ പിച്ച് ബിഹേവ് ചെയ്ത് ഈ നോർമൽ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പിച്ചും ബോളും നോർമലായിട്ട് ബിഹേവ്, ആ സിറ്റുവേഷനിൽ ബാറ്റിംഗ് ഈസി ആയിരിക്കും. സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ പിച്ചിന്റെ സ്വഭാവം മാറും. ഓക്കെ, പിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കില്ല, പിച്ച് സ്വഭാവം മാറും. ആ സമയത്ത് ബോൾ ഈസി ആയിട്ട് വരില്ല. അപ്പോൾ വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഭയങ്കര കഷ്ടമായിട്ട് മാറും. ഓക്കെ, അവർ 150 അടിക്കുള്ളൂ. അതൊരിക്കലും ഇവന്റെ ഇന്നബിലിറ്റി കൊണ്ടോ ഇവന്റെ ഇന്നഫിഷ്യൻ കൊണ്ടല്ല, പിച്ചിന്റെ സ്വഭാവം മാറി. ഓക്കെ, അപ്പൊ പിച്ചിനനുസരിച്ച് ഈ പിച്ചിൽ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പഴയ പിച്ചിൽ വാങ്ങി എന്നിട്ട് അപ്പൊ പിച്ചിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബാറ്റ്സ്മാൻമാരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ വിചാരിക്കുക അവർ നന്നായി കളിക്കാത്തതാണ്, അങ്ങനെ ആയിരിക്കില്ല മെജോറിറ്റി സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഈ ടോസിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ടോസ് ചില പിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിംഗ്സിന് ഫേവറിംഗ് ആയിരിക്കും, സെക്കൻഡ് ഇന്നിംഗ്സ് ആകുമ്പോൾ ബാഡാണ്. അപ്പോൾ നോക്കൌട്ട് ഗെയിംസിലൊക്കെ വരുന്ന സമയത്ത് ടോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആകണം. അപ്പോൾ ഇതിനനുസരിച്ച് ബാറ്റ്സ്മാൻമാർക്ക് പ്ലാൻ ചെയ്യാം. അതായത് അല്ല, ക്യാപ്റ്റന്മാർക്ക് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ബോൾ ഈസി ആയിട്ട് വരില്ല, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇന്നിംഗ്സ് ബാറ്റ് എടുക്കാൻ നിൽക്കാം. ഇനി ഓപ്പോസിറ്റ് അവർ ഡിസിഷൻ എടുക്കും. ഓക്കെ, പിന്നെ ബോളിൽ വരുന്ന വേരിയേഷനിലും ഭയങ്കരമായിട്ട് ഇതിനെ അഫക്ട് ചെയ്യും. ഈ എന്താ പറയാ, ബോൾ കമ്മിങ് ടു ദ ബാറ്റ് എന്നുള്ളതിനെ എഫക്ട് ചെയ്യും. ബോളിൽ എന്തെങ്കിലും വേരിയേഷൻ, ഫോർ എക്സാമ്പിൾ ചെന്നൈ RCB ലാസ്റ്റ് മാച്ചിൽ ഈ ചെന്നൈ RCB ജയിക്കാനുണ്ടായിരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ദിനേശ് കാർത്തിക് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ധോണി അടിച്ച 6 ആണ്. ഓക്കെ, ധോണി 105 മീറ്ററിന്റെ ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഓവറിൽ. ആ 6 കൊണ്ടാണ് RCB ജയിച്ചതെന്നാണ് പറയുന്നത്. കാരണം എന്താ, ആ ധോണി അടിച്ച 6 കാരണം ആ ബോൾ പോയി. ഓക്കെ, പുതിയ ബോൾ എടുത്തിട്ടാണ് അടുത്ത 5 ബോൾ ചെയ്തത്. ഓക്കെ, അടുത്ത 5 ബോൾ യഷ്ദാൽ ചെയ്തത് സ്ലോ ബോൾ ആയിരുന്നു. ഓക്കെ, സ്ലോ ബോളാണ് ചെയ്തത്. ആദ്യം അടിച്ച ബോൾ വെച്ചിട്ട് സ്ലോ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഎഫക്റ്റീവ് ആയി മാറിയിടാം. സെക്കൻഡ് ആ ബോൾ ധോണി 6 അടിച്ചത് ആ ബോൾ പോയി, അടുത്ത പുതിയ ബോൾ എടുത്ത് കളിക്കേണ്ടി വന്നു. അപ്പൊ പുതിയ ബോൾ എടുത്തത് അവർക്ക് ഫേവറിംഗ് ആയത്, ബോളിംഗ് ടീമിന് ഫേവറിംഗ് ആയിട്ടുള്ള ഒരു ബോളാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അവർക്ക് എഫക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ധോണിയുടെ 6 കൊണ്ട് ലാഭം ഉണ്ടായത് RCBക്ക് ആയിരുന്നു. ഓക്കെ, ചില സിറ്റുവേഷനിൽ ക്യാപ്റ്റന്മാർക്ക് ബാറ്റ്സ്മാൻമാർ നന്നായി കളിക്കുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് സ്ട്രാറ്റജി ഒന്നും വർക്ക്ഔട്ട് ആവുന്ന സിറ്റുവേഷൻ ക്യാപ്റ്റന്മാർ ഇങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതായത് സർ അമ്പയർമാരിനോട് പോയിട്ട് സാർ ഈ ബോൾ കേട് വന്നു, അടുത്ത ബോൾ തരൂ പറയും. ഓക്കെ, അതിന് കാരണം എന്താ, ഈ ബോൾ ബാറ്റ്സ്മാൻമാർക്ക് ഫേവറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അടിച്ചടിച്ച് അപ്പോൾ പുതിയ ബോൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഫേവറിംഗ് ആയി വരുന്ന സിറ്റുവേഷനിൽ ക്യാപ്റ്റന്മാർ പോയിട്ട് അമ്പയറിനോട് പുതിയ ഈ ബോൾ കേട് വന്ന് വേറെ ബോൾ വേണം പറയും. ഓക്കെ, പക്ഷേ എംപയർമാർ ചെക്ക് ചെയ്തിട്ട് മെജോറിറ്റി സിറ്റുവേഷനിൽ അവർ റിജക്ട് ചെയ്യും. ഓക്കെ, ഇന്ന് IPL ഫൈനലാണ്. IPL ഫൈനൽ. ഓക്കെ, ടോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടോസിനനുസരിച്ചായിരിക്കും. കാരണം പിച്ചിന്റെ ഇപ്പൊ 2 ഇന്നിംഗ്സിൽ ഒരേപോലെ തന്നെയാണ് പിച്ച് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് ഗെയിം ആയിരിക്കും. ഓക്കെ, അതായത് 2 ഇന്നിംഗ്സിലും ഫസ്റ്റ് ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിലും ഒരേപോലെ പിച്ച് ബിഹേവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരേപോലത്തെ മാച്ച് ആയിരിക്കും. അത് ടൈറ്റ് ടൈറ്റ് ആണ്. ഈ പിച്ചിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ആർക്കാണോ അത് ഫേവറബിൾ ആയി പോകുന്നത് ആ വ്യക്തിക്കായിരിക്കും അത് ഫേവറബിൾ ആയി പോവുക. മോസ്റ്റ്ലി ചെന്നൈ പിച്ച് ആയതുകൊണ്ട് തന്നെ നല്ല സ്കോറിംഗ് ആയിട്ടുള്ള ബാറ്റിംഗ് പിച്ച് ആകാൻ സാധ്യതയില്ല. ഓൾമോസ്റ്റ് 170 to 190 വരെയുള്ള ഒരു സ്കോർ ആയിരിക്കും ഇന്ന് എന്തായാലും ഉണ്ടാകുക. രണ്ടുപേരും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് മാച്ച് ഇന്ന് എന്തായാലും ഉണ്ടാവും ഫൈനലിൽ. ആൻഡ് ഏറ്റവും നന്നായിട്ട്
ചെന്നൈ പിച്ചിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഭയങ്കര സ്ലോ ബോളേഴ്സിനെ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയി കാണാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പ്രഡിക്ഷനിൽ ആരാന്ന് എനിക്കറിയില്ല, ബട്ട് ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കപ്പടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ.